എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുകളിൽ ചില കാര്യങ്ങൾ വളരെ സാധാരണയായി തോന്നും, പക്ഷേ അതിന് പിന്നിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കാം. ചില വീടുകളിൽ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടാറില്ലേ? എന്തോ ഒരു പോസിറ്റീവ് വൈബ്, മനസ്സിന് ഒരുതരം ആശ്വാസം. അങ്ങനെയുള്ള വീടുകൾക്ക് പിന്നിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു ചെറിയ രഹസ്യമുണ്ട്. അത് വലിയ ചില വസ്തുക്കളോ ആഡംബരങ്ങളോ ഒന്നുമല്ല. പലപ്പോഴും അതൊരു ചെടിയാണ്. അതും സാധാരണ ഒരു പൂച്ചെടി. പക്ഷെ അതിൻ്റെ ശക്തി അതിശയകരമാണ്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചുവന്ന ചെമ്പരത്തി തഴച്ചു വളരുന്ന വീടുകളെ കുറിച്ചാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ ചെമ്പരത്തി ചെടി വളരെ നന്നായി വളരുന്നു. എപ്പോഴും പൂക്കളാൽ നിറഞ്ഞിരിക്കും. ഓരോ ദിവസവും പുതുപുത്തൻ ചുവന്ന പൂക്കൾ വിരിയും. ആ വീട്ടിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നാറില്ലേ? പക്ഷെ അതേസമയം ചില വീടുകളിൽ എത്ര ശ്രമിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും ചെമ്പരത്തി നന്നായി വളരാറില്ല. ഇലകൾ വാടും, പൂക്കൾ വിരിയില്ല, അല്ലെങ്കിൽ ചെടി തന്നെ നശിക്കും. ഇത് വെറും കൃഷിക്കാര്യങ്ങൾ കൊണ്ടുള്ള വ്യത്യാസമാണോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു അദൃശ്യ ശക്തിയുണ്ടോ? പുരാതന വിശ്വാസങ്ങളും വാസ്തുശാസ്ത്രവും ആത്മീയതയും പറയുന്നത് എന്താണെന്നാൽ, ചുവന്ന ചെമ്പരത്തി നല്ല രീതിയിൽ വളരുന്ന വീടുകളിൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്ത്രീ ഉണ്ടാകും എന്നതാണ്. ആ സ്ത്രീ ആരാണ്? അവളുടെ സ്വഭാവം എന്താണ്? അവൾ ആ വീട്ടിന് എങ്ങനെ ഭാഗ്യം കൊണ്ടുവരുന്നു? ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു കഥ പോലെ തോന്നാം. പക്ഷേ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും യാഥാർത്ഥ്യത്തിൽ കാണാൻ കഴിയുന്നവയാണ്. ചെമ്പരത്തിപ്പൂവ് സാധാരണ പൂവല്ല. ദേവീ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവാണ്. ശക്തിയുടെ പ്രതീകം, ചൈതന്യത്തിൻ്റെ അടയാളം, വീട്ടിലെ ഊർജത്തെ നിയന്ത്രിക്കുന്ന ഒരു സാന്നിധ്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വീട്ടിൽ ചെമ്പരത്തി തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക ശക്തി നിലനിൽക്കുന്നു എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി കാണാൻ പോകുന്നത് അത്തരം വീടുകളിൽ ഉണ്ടാകുന്ന സ്ത്രീയുടെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ അവളുടെ മനസ്സിൻ്റെ ശക്തി, ആ വീട്ടിലേക്ക് എത്തുന്ന ഐശ്വര്യം, ചെമ്പരത്തി ചെടി എങ്ങനെ ഈ കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നൊക്കെയാണ്. അതിനാൽ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ മറക്കരുത്. കാരണം ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഒരു വലിയ തിരിച്ചറിവ് ലഭിച്ചേക്കാം. ഒരു വീട്ടിൽ ചെമ്പരത്തി ചെടി തഴച്ചു വളർന്നത് സാധാരണ കാര്യമല്ല എന്ന് പലരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ചുവന്ന ചെമ്പരത്തി. അതിനുള്ള ആത്മീയ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഈ ചെടി നല്ല രീതിയിൽ വളരുന്ന വീടുകളിൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്ത്രീ ഉണ്ടാകുമെന്ന വിശ്വാസം പഴമയിലേക്ക് പോകുന്നു. അത്തരം സ്ത്രീകൾ സാധാരണയായി വളരെ ശാന്ത സ്വഭാവക്കാരായിരിക്കും. അവർ അധികം സംസാരിക്കില്ല, പക്ഷെ അവരുടെ സാന്നിധ്യം തന്നെ ഒരു ശക്തിയാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അവൾ അതിനെ ശാന്തമായി കൈകാര്യം ചെയ്യും. അവൾക്കുള്ള ആത്മവിശ്വാസം പുറത്തേക്ക് പ്രകടമാകാറില്ല, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അവൾ വളരെ ശക്തിയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ദൈവവിശ്വാസം വളരെ കൂടുതലായിരിക്കും. അവർ ദിവസവും പ്രാർത്ഥന ചെയ്യുകയും വീട്ടിലൊരു ആത്മീയ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ വീട്ടിലൊരു പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിൽക്കുന്നത്. ചെമ്പരത്തിപ്പൂവ് ദേവിക്ക് സമർപ്പിക്കുന്നത് കൊണ്ട് ഈ ചെടി വളരുന്ന വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ട്. അതായത് ആ വീട്ടിലെ സ്ത്രീക്കൊരു ദൈവീക ബന്ധമുണ്ടെന്ന് പലരും കരുതുന്നു. അത്തരം സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും. ആരെങ്കിലും വിഷമത്തിലായാൽ അവർ പറയാതെ തന്നെ അത് മനസ്സിലാക്കി സഹായിക്കും. അവൾക്കുള്ള ഈ കരുണയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് ആ വീട്ടിൽ നല്ല ഊർജം നിലനിർത്തുന്നത്. ഇവർ സാധാരണയായി വളരെ സഹനശക്തിയുള്ളവരാണ്. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അവർ തകരാറില്ല. അവർക്കുള്ള ഒരു പ്രത്യേക ധൈര്യം, അത് പുറത്തേക്ക് കാണിക്കാൻ അവർ ശ്രമിക്കില്ല. പക്ഷെ അവരെ അടുത്തറിയുന്നവർക്ക് അത് മനസ്സിലാകും. ചിലപ്പോൾ ഈ സ്ത്രീകൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. പക്ഷേ ആ അനുഭവങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കി മാറ്റും. അവർക്കുള്ള ആ ആത്മവിശ്വാസവും മനസ്സിൻ്റെ ഉറച്ച നിലപാടുമാണ് ആ വീട്ടിലേക്ക് ഐശ്വര്യം ആകർഷിക്കുന്നത്. ചെമ്പരത്തി ചെടി വളരുന്നത് ഒരു പ്രതീകമാണ്.
ആ വീട്ടിലുള്ള സ്ത്രീയുടെ മനസ്സിന്റെ ശക്തിയുടെ പ്രതിഫലനം. അവൾ നല്ല ചിന്തകൾ ഉള്ളവളായാൽ ചെടിയും നല്ല രീതിയിൽ വളരും. അവൾക്കുള്ള പോസിറ്റീവ് എനർജി ആ ചെടിയിലേക്ക് പോലും പകരുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, വീട്ടിലെ സ്ത്രീയുടെ മനസ്സെങ്ങനെയാണോ ആ വീട്ടിലെ ചെടികളും അങ്ങനെ തന്നെയാകും വളരുന്നത് എന്ന്. ഇത്തരത്തിലുള്ള വീടുകളിൽ സാധാരണയായി കലഹങ്ങൾ കുറവായിരിക്കും, സമാധാനവും സന്തോഷവും കൂടുതലായിരിക്കും. കാരണം ആ സ്ത്രീ വീട്ടിലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനുള്ള കഴിവ് ഉള്ളവളാണ്. അവൾക്കുള്ള സ്നേഹവും കരുതലുമാണ് ആ വീടിന്റെ അടിസ്ഥാനം. അവളില്ലാതെ ആ വീട് പൂർത്തിയാകില്ല എന്നൊരു തോന്നലുണ്ടാകും. ഇത് വെറും വിശ്വാസം മാത്രമല്ല, പലർക്കും അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ഒരു സത്യമാണ്. ചുവന്ന ചെമ്പരത്തിപ്പൂവ് തഴച്ചു വളരുന്ന വീടുകളിലുള്ള സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, അവൾ പുറത്തേക്ക് സാധാരണയായി തോന്നുന്നവളായിരിക്കാം, പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു അസാധാരണമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. അത്തരം സ്ത്രീകൾക്ക് ജീവിതത്തെ കാണുന്ന ഒരു പ്രത്യേക ദൃശ്യമുണ്ടാകും. അവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയും. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തും. പ്രകൃതിയോട് അടുപ്പമുണ്ടാകും. ചെടികൾ വളർത്താൻ ഇഷ്ടമുണ്ടാകും. പൂക്കൾ കാണുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന സ്വഭാവമായിരിക്കും. ഇത് വെറും ഒരു ശീലം മാത്രമല്ല, അത് അവരുടെ ഉള്ളിലെ ശുദ്ധിയുടെ അടയാളമാണ്. ചെമ്പരത്തി ചെടി ഒരു വീട്ടിൽ നന്നായി വളരുന്നുവെങ്കിൽ അത് ആ വീട്ടിൽ നെഗറ്റീവ് എനർജി കുറവാണെന്ന് പറയപ്പെടുന്നു. അത്തരം വീടുകളിൽ വിഷമങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ വരും, പക്ഷേ അവ നീണ്ടു നിൽക്കാറില്ല. കാരണം ആ വീട്ടിലുള്ള സ്ത്രീക്ക് അവയെ മാറ്റാനുള്ള ഒരു ആത്മീയ ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. അവൾക്ക് ഉള്ള ഒരു പ്രത്യേക ഗുണമെന്നാൽ ക്ഷമ എന്നതാണ്. അവൾ ആരെയും എളുപ്പത്തിൽ വെറുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുകയില്ല. അവൾക്ക് വേദന ഉണ്ടായാലും അവൾ അതിനെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കും, പുറത്തേക്ക് പകവെക്കില്ല. ഇതൊരു ദൗർബല്യമല്ല, ഇത് അവളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. കാരണം നെഗറ്റീവ് വികാരങ്ങൾ പുറത്തേക്ക് വിടാതെ അവയെ പോസിറ്റീവ് എനർജിയായി മാറ്റാനുള്ള കഴിവ് അവൾക്കുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് വീട്ടിലെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധയുണ്ടാകും. വീടിന്റെ ശുചിത്വം, വിളക്ക് തെളിയിക്കൽ, പൂജകൾ എല്ലാം അവൾ ശ്രദ്ധയോടെ ചെയ്യും. ഈ ചെറിയ കാര്യങ്ങൾ തന്നെ വീടിന്റെ ഊർജത്തെ മാറ്റുന്നുവെന്നാണ് ആത്മീയമായി വിശ്വസിക്കപ്പെടുന്നത്. അതിനാലാണ് പലരും പറയുന്നത്, ഒരു വീട്ടിൽ ഐശ്വര്യം വരണമെങ്കിൽ ആദ്യം ആ വീട്ടിലെ സ്ത്രീ സന്തോഷവതിയായിരിക്കണമെന്ന്. ചെമ്പരത്തി ചെടി ഇതിന്റെ ഒരു പ്രതിഫലനമാണ്. ഇതിന് വിപരീതമായി ചില വീടുകളിൽ ചെമ്പരത്തി ചെടി നന്നായി വളരാറില്ല. എത്ര വളമിട്ടാലും എത്ര വെള്ളം കൊടുത്താലും അത് തഴച്ചു വളരുന്നില്ല. ഇത് കാണുമ്പോൾ ചിലർ പറയുന്നത് ആ വീട്ടിലുള്ള ഊർജം ശരിയായില്ല എന്നാണ്. അവിടെ സ്ഥിരമായി കലഹങ്ങൾ ഉണ്ടാകാം, മനസമാധാനം കുറവായിരിക്കാം, വീട്ടിലുള്ളവർ തമ്മിൽ അകലമുണ്ടാകാം. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേർ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരാളെ കുറ്റപ്പെടുത്താനുള്ള കാര്യമല്ല, പകരം ഇതൊരു സൂചന മാത്രമാണ്. അത് നമ്മോട് പറയുന്നത് എന്തെന്നാൽ, നമ്മൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശുദ്ധമാക്കണം, വീട്ടിൽ കൂടുതൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കണം. അതിന് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, ചെറിയ മാറ്റങ്ങൾ മതിയാകും. പ്രതിദിനം വീട്ടിൽ വിളക്ക് തെളിയിക്കൽ, ചെടികളെ സ്നേഹത്തോടെ പരിപാലിക്കൽ, നല്ല വാക്കുകൾ സംസാരിക്കൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കൽ, ഈ ചെറിയ കാര്യങ്ങൾ പോലും പതിയെ പതിയെ ആ വീടിന്റെ ഊർജം മാറ്റാൻ സഹായിക്കും. അപ്പോൾ ചെമ്പരത്തി ചെടിയും പതിയെ പതിയെ വളരാൻ തുടങ്ങും. അതായത് ചെടി മാറുന്നതല്ല, മാറുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മനസ്സുമാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീടിന്റെ യഥാർത്ഥ ശക്തി അവിടെയുള്ള ആളുകളുടെ മനസ്സിലാണ് എന്നതാണ്. ചെമ്പരത്തി ചെടി അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ചുവന്ന ചെമ്പരത്തി തഴച്ചു വളരുന്ന ഒരു വീട് അത് വെറും ഒരു സസ്യത്തിന്റെ വളർച്ചയുടെ കഥയല്ല, അതൊരു സ്ത്രീയുടെ മനസ്സിന്റെ കഥയാണ്. അവളുടെ സ്നേഹത്തിന്റെ, അവളുടെ സഹനത്തിന്റെ, അവളുടെ ആത്മീയ ശക്തിയുടെ പ്രതിഫലനം. നമ്മൾ പലപ്പോഴും ഭാഗ്യം പുറത്തുനിന്ന് വരുമെന്ന് കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാൽ, ഭാഗ്യം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകണം എങ്കിൽ ആദ്യം ആ വീട്ടിലുള്ളവരുടെ മനസ്സിൽ സമാധാനം വേണം. അത് സാധ്യമാകുമ്പോൾ പ്രകൃതിയും നമ്മോട് ചേർന്ന് പ്രവർത്തിക്കും. ചെമ്പരത്തി പൂവ് വിരിയുന്നത് അത് വെറും ഒരു പൂവ് വിരിയുന്നതല്ല, അതൊരു സന്ദേശമാണ്. ഈ വീട്ടിൽ നല്ല ഊർജമുണ്ട്, ഇവിടെ സ്നേഹവും വിശ്വാസവുമുണ്ട്, ഇവിടെ ഒരു ശക്തിയുള്ള ഹൃദയമുണ്ട് എന്നൊരു സന്ദേശം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ചെടി ഉണ്ടെങ്കിൽ അതിനെ ഒരു സാധാരണ ചെടിയായി മാത്രം കാണരുത്.
അതിനെ സ്നേഹത്തോടെ പരിപാലിക്കുക. അതിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഒപ്പം ചെടി വളരുന്നില്ലെങ്കിൽ പോലും വിഷമിക്കേണ്ടതില്ല. അതൊരു അവസരമാണ്, നമ്മളെ തന്നെ മാറ്റാനുള്ള ഒരു അവസരം. കൂടുതൽ പോസിറ്റീവ് ആകാൻ, കൂടുതൽ സ്നേഹമുള്ളവരാകാൻ, കൂടുതൽ ശാന്തരാകാൻ. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും, ചെടിയിലും വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എന്നെന്നും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.